അജിത് ഡോവലിന്റെ പിള്ളേർ തീവ്രവാദികൾ ഇരിക്കുന്നിടത്ത് പോയി പണി കൊടുത്തിട്ട് വരുന്നവരാണ്. നമുക്കറിയാം, അജ്ഞാതന്മാർ ഒരുപാട് രാജ്യത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തീവ്രവാദികളെ തീർത്തിട്ട് വരുന്നവരാണ്. അജിത് ഡോവലും പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സൈന്യത്തെ സുജ്ജമാക്കി നിർത്തുമ്പോഴും ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ധന്യ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് മുൻപ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി തീവ്രവാദികളെ കൊന്നിട്ട് വന്നവരാണ് ഇന്ത്യയുടെ പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൗ ബോയ്സ് എന്നാണ് റോയുടെ ആദ്യ പേര്. നമ്മൾ പക്ഷേ അതിനെ പരിഷ്കരിച്ച് റോ എന്ന് പറയുന്ന ഒരു വലിയ സംഘടന ഉണ്ടാക്കി, ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ആ ഓർഗനൈസേഷന്റെ കീഴിലാണെന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ആ യുവാക്കളുടെ കൈകളിൽ നിന്ന് ഭദ്രമാണ്. അവരാണ് നമ്മളുടെ വീരയോദ്ധാക്കൾ. അവരുടെ കരുത്തിലാണ് നമ്മളിന്ന് സുഖമായി ഉറങ്ങുന്നതും സുഖമായി ഉണരുന്നതും ഈ ചർച്ച ചെയ്യുന്നതുമെല്ലാം. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൈനികർ, രക്തസൈനികർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നു ഈ രാജ്യം എന്ന ഒറ്റ വികാരത്തിന്റെ പേരിൽ മാത്രം. അതിനെല്ലാം ഇന്ന് പ്രേരണയായി നിൽക്കുന്ന ആ മനുഷ്യന്റെ പേരാണ് ധന്യ ആദ്യം പറഞ്ഞത്, അജിത് ഡോവൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.